പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ജൂൺ 19 മറ്റൊരു വായനാ ദിനം കൂടെ. കഴിഞ്ഞ വർഷം വാങ്ങിച്ച കുറച്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താം. വായിക്കാൻ ഉദ്ദേശിച്ചിട്ട് 2-3 പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചും പറയാം. വായന എല്ലാ കാലത്തും ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ വായിച്ചിരുന്നതിൻ്റെ ഒരു തോത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. എന്നാലും പരിപൂർണമായും വിട്ടൊഴിയാത്ത ശീലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വായനാദിനം ഓർമ്മപ്പെടുത്തുന്നത് കുറച്ചെന്തെങ്കിലുമൊക്കെ വായിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമായി ജീവിതത്തെ അത് സ്വാധീനിക്കും. ഒരാളെ മൗൾഡ് ചെയ്യാനും അയാളെ ക്യാരക്ടറൈസേഷനും ലോകത്തെ കാണുന്ന കാഴ്ചപ്പാടിലും ഒക്കെ വളരെ വലിയ മാറ്റം കൊണ്ടുവരാൻ വായന കൊണ്ട് കഴിയും എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ച കുറച്ച് പുസ്തകങ്ങൾ, 2-3 പുസ്തകങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. അരുന്ധതി റോയുടെ കുഞ്ഞു കാര്യങ്ങളുടെ എവിടെ തമ്പുരാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം വാങ്ങിച്ചു. അഖിൽ പി ധർമ്മജന്റെ രാത്രി 12-ന് ശേഷം, കുറച്ച് മുമ്പ് ഇറങ്ങിയിട്ടുള്ള KR മീരയുടെ ഖബർ, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എല്ലാ കാലത്തും ഇഷ്ടപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ 2 ആവർത്തി 3 ആവർത്തിയൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അങ്ങനെ 1-2 ഈ വർഷം വായിച്ചതാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ. അനുഭവങ്ങളുടെ ഒരു തീച്ചൂള പേര് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മസംഘർഷം ഉടനീളം നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ളൊരു പുസ്തകം ഒരാവർത്തി കൂടി വായിക്കാൻ ഈ വർഷം പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുമ്പ് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ്, പൗള ഹോക്കിൻസിൻ്റെ തീവണ്ടിയിലെ പെൺകുട്ടി, ഈ 2 പുസ്തകം ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും വായിച്ചിട്ടുള്ള ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഈ വർഷം വാങ്ങിച്ചു വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ ക്രൈം ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകങ്ങളാണ്. 2-3 പുസ്തകം ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. EC ബെൻഡിയുടെ ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ്, ഡൊറോത്തി എൽ സേയേഴ്സിൻ്റെ മാരക വിഷം, SS വാൻ ഡൈനിൻ്റെ കനേറി കൊലപാതകം. ഈ 3 പുസ്തകത്തിൽ ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ് എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചു തീർത്തു. അത് ധൈര്യത്തിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പുസ്തകമാണ്. ഒരു മികച്ച വായനാ അനുഭവം തന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. ക്രൈം ഫിക്ഷൻ ഈ അടുത്ത് കയറി കൂടിയിട്ടുള്ള ഒരു ഇഷ്ടമാണ്. ക്രൈം ഫിക്ഷനാണ് ഇപ്പോൾ കുറച്ചായിട്ട് വായിക്കുന്നത്. മലയാളത്തിൽ പൊതുവെ ആ കാറ്റഗറിയിൽ പെട്ട പുസ്തകങ്ങൾ വിരളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ് മുമ്പ് പറഞ്ഞിട്ടുള്ള പൗള ഹോക്കിൻസിൻ്റെ തീവണ്ടിയിലെ പെൺകുട്ടി, ഡാവിഞ്ചി കോഡ്, ഡാൻ ബ്രൗണിൻ്റെ, ഇതൊക്കെ പരിഭാഷയിൽ നല്ല കിണ്ണം കാച്ചിയ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്രൈം ഫിക്ഷനിൽ ഇപ്പോൾ ഈ ഒരു 3 പുസ്തകം വാങ്ങിച്ചു. അതിൽ ട്രെൻഡിൻ്റെ അവസാനത്തെ കേസ് എന്ന് പറഞ്ഞ പുസ്തകം എക്സലൻ്റ് ആണ്. അത് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യണം. ഒരു വായനാദിനം കൂടെ കടന്നു പോവുകയാണ്. കുട്ടികൾ വായിക്കട്ടെ. ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു പുതിയ ലോകം കൂടെയാണ് തുറക്കുന്നത് എന്നുള്ള ഫേമസ് കോട്ടുണ്ട്. അർത്ഥവത്തായിട്ട് മാറട്ടെ. എല്ലാവർക്കും വായനാദിന ആശംസകൾ. താങ്ക് യു.